ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജി നമുക്കൊന്ന് ക്യുക്കായിട്ട് കംപ്ലീറ്റ് ഒന്ന് സെറ്റാക്കിയാലോ. അതിൽ 13 ടോപ്പിക്സാണ് നമ്മുടെ എക്സാമിന് 10 മാർക്കിൻ്റെ മുകളിൽ പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്റർ കൂടിയാണ് ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജി. നമുക്ക് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ഒന്ന് സെറ്റാക്കാം. 13 ടോപ്പിക്സ്. ഫസ്റ്റ് ടോപ്പിക്ക് കമ്മ്യൂണിക്കേഷൻ ഓൺ വെബാണ്, തിയറിയാണ്. കമ്മ്യൂണിക്കേഷൻ ഓൺ വെബ് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ പോലെ ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷനുണ്ട്. എന്തൊക്കെയാണ്? ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനും സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. യെസ്, അവിടെ രണ്ടാമത്തെ ടോപ്പിക്. യെസ്, അപ്പം ഫസ്റ്റ് സെക്ഷൻ ക്ലയൻറ്റ് ടു സെർവറും സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷനും. രണ്ടാമത്തെ ടോപ്പിക്കാണ് വെബ് സെർവർ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനമാണ് സോഫ്റ്റ്വെയർ പോർട്ടുകളും. വെബ് സെർവർ എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന, അല്ല, എ സെർവർ കമ്പ്യൂട്ടർ ദാറ്റ് ഹോസ്റ്റ് വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റ് ദാറ്റ് ഈസ് കോൾഡ് വെബ് സെർവർ. എ വെബ് സെർവർ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ എ സെർവർ കമ്പ്യൂട്ടറാണ് ഐക്യാൻ്റെ ഫുൾ ഫോം ചോദിക്കാം. ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിം ആൻഡ് നമ്പേഴ്സ് ആണ്. അവിടെ മറ്റൊരു പാർട്ടാണ് സോഫ്റ്റ്വെയറിൻ്റെ പോർട്ടുകൾ. സോഫ്റ്റ്വെയറിൻ്റെ പോർട്ട് എന്ന് പറയുമ്പോൾ FTP ഉണ്ട്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്, 20 and 21 ആണ്. SMTP ഉണ്ട്, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്, 25 ആണ്. DNS 53 ആണ്, ഡൊമൈൻ നെയിം സിസ്റ്റം ആണ്. HTTP ഉണ്ട്, 80 ആണ്. HTTPS ഉണ്ട്, 443. അവിടെ തന്നെ POP 3 ഉണ്ട്, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ 110 ആണ്. നാലാമതായിട്ട് പഠിക്കേണ്ടത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് ആണ്. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള കമ്പാരിസണുമാണ്. എന്താണ് കമ്പാരിസണിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്? 4 പോയിന്റ്സാണ് പഠിക്കേണ്ടത്, നിർബന്ധമായിട്ടും പഠിക്കണം. കണ്ടന്റ് ആൻഡ് ലേ ഔട്ട് ആർ ഫിക്സഡ് ആണ്. മറ്റേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം, റണ്ണ് ചെയ്ത് കൊടുക്കുമ്പം ചേഞ്ച് ചെയ്ത് കൊടുക്കും. നെവർ യൂസ് ഡാറ്റാബേസ് ആണ്. ഇവിടെ എന്ത് ചെയ്യും? യൂസ് ഡാറ്റാബേസ് ആണ്. ഈസി ടു ഡെവലപ്പ് ആണ്. ആർക്ക് വേണമെങ്കിലും സ്റ്റാറ്റിക് ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? പ്രോഗ്രാമിംഗ് സ്കിൽസ് ആർ റിക്വയർഡ്. നാലാമത്തെ പോയിന്റ് റൺ ചെയ്യുന്നത് ബ്രൗസറിലാണ്. എന്നാൽ ഇവിടെ റൺ ചെയ്യുന്നത് സെർവറാണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. യെസ്, നെക്സ്റ്റ് വൺ ഈസ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 4 പോയിന്റ് അവിടെയും പഠിക്കണം. ഇറ്റ് റിമൈൻസ്, അല്ലെ, സ്ക്രിപ്റ്റ് ഈസ് കോപ്പീഡ് ടു ദി ബ്രൗസറാണ്, ഇറ്റ് റിമൈൻസ് ഇൻ സെർവറിലാണ്. എക്സിക്യൂട്ട് ചെയ്യുന്നത് ബ്രൗസറിലാണ്, എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിലാണ്. മൂന്നാമത്തെ പോയിന്റ്, എന്തിനു വേണ്ടിയാണ് ക്ലയൻറ്റ് സൈഡ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ വാലിഡേഷൻ പർപ്പസ് ആണ്, ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ ഇതെന്താ? ഈസി കണക്ട് ടു ഡാറ്റാബേസുമായി കണക്ട് ചെയ്യും ആൻഡ് റിട്ടേൺ റിസൾട്ട്സ്. അവിടെ തീർന്നു. നാലാമത്തെ പോയിന്റ്, യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യാം? യൂസർ കനോട്ട് ബി ബ്ലോക്ക്ഡ് ബൈ യൂസർ. 4 പോയിന്റ്സ് വൃത്തിയിൽ പഠിക്കാം. സോ നെക്സ്റ്റ് വൺ HTML സ്ട്രക്ചറാണ്. അതിൻ്റെ തൊട്ട് മുമ്പേ മറ്റൊരു പോയിന്റ് ഉണ്ട്, CSS ആണ്, കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്. 6ാമത്തെ ടോപ്പിക്കാണ്. കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റിൽ ഓർത്ത് വെക്കേണ്ടത്, നമുക്ക് വെബ് പേജിന് ഒരു കോമൺ സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഓരോ സ്ട്രക്ചറിന് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും, എല്ലാം ഒരു കോമൺ സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യാം. സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ഫോർ യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിങ് ദ ഫോർമാറ്റിംഗ് ഓഫ് എ ഡോക്യുമെന്റ് റിട്ടേൺ ഇൻ HTML. ഇത് എങ്ങനെ CSS ഇംപ്ലിമെൻറ്റ് ചെയ്യാം? വി ഹാവ് 3 മെത്തേഡ്സ്. ഏതൊക്കെ 3 മെത്തേഡ്സ്? ഒന്ന് ഇൻലൈനാണ്, രണ്ടാമത് എംബഡഡ് ആണ്, മൂന്നാമത്തത് ലിങ്ക്ഡ് ആണ്. യെസ്, HTML സ്ട്രക്ചർ പഠിക്കാം. HTML സ്ട്രക്ചർ എങ്ങനെ? ആ 2 പാർട്ടാണ് HTML സംബന്ധിച്ചോളം. 2 പാർട്ട്. ഏതൊക്കെ 2 സെക്ഷനാണുള്ളത്? ഒന്നാമത്തെ സെക്ഷനാണ് ഹെഡ് സെക്ഷനും, രണ്ടാമത്തെ സെക്ഷനാണ് ബോഡി സെക്ഷനും. അപ്പോൾ HTML ഹെഡ് എഴുതാം. ഹെഡിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ബ്ലോക്കേ ഉള്ളൂ, ആ ബ്ലോക്കാണ് ടൈറ്റിൽ ബ്ലോക്ക്. ദെൻ ഹെഡ് ക്ലോസ് ചെയ്യും. ബോഡിൻ്റെ ഉള്ളിൽ എഴുതേണ്ടതെല്ലാം ബോഡിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ബോഡി ക്ലോസ്, HTML ക്ലോസ്, സെക്ഷൻ ക്ലോസ്. 8ാമത്തെ ടോപ്പിക് HTMLൻ്റെ ബേസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടാഗുകൾ എന്താണ്? HTML നമ്മൾ എന്ത് എഴുതാണെങ്കിലും അതിനെ പറയുന്ന പേരാണ് ടാഗ് എന്ന് പറയും. ടാഗ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ആണ്. ഓൾ കമാൻഡ്സ് യൂസ്ഡ് ഇൻ HTML ആർ കോൾഡ് ടാഗ് ആണ്. 2 ടൈപ്പ് ടാഗ് ഉണ്ട്, എംടി ടാഗ് ഉണ്ട്, കണ്ടെയ്നർ ടാഗ് ഉണ്ട്. എംടി എന്ന് പറഞ്ഞാൽ ഓപ്പണിങ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ദ ബ്രേക്ക്, HRIMG, ഓപ്പണിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് കണ്ടെയ്ൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ് ഉണ്ടാവും, സ്റ്റാർട്ടിംഗ് ഉണ്ടാവും, എൻഡിങ് ഉണ്ടാവും. ഇതാണ് മെത്തേഡ്. HTML/HTML ഹെഡ്/ഹെഡ് ഓപ്പണിങ്ങും ക്ലോസിംഗും ഉണ്ട്. ദാറ്റ്സ് ഓൾ. മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ
ആട്രിബ്യൂട്ട്സ് ആണ്. ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. ദ അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് വിത്ത് ടാഗ്. പാരാമീറ്ററിന് കളർ കൊടുക്കാം, ദ കളർ, BG കളർ, അല്ലെങ്കിൽ സൈസ് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഹൈറ്റ് കൺട്രോൾ ചെയ്യാം, വിഡ്ത്ത്, ഇങ്ങനെ പാരാമീറ്റേഴ്സിനെ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. എസെൻഷ്യൽ ആയിട്ട് വരുന്ന HTML ടാഗ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റെഡിൽ മാർക്ക് ചെയ്ത സാധനം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡിയുടെ ടാഗ് ആണ്, ബോഡിയുടെ ആട്രിബ്യൂട്ട്സ് ആണ്. 4 ടാഗ് ഉണ്ട്. HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി. HTML സംബന്ധിച്ചോളം 2 ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്ന് ലാംഗ് ആണ്, രണ്ടാമത്തെ DIR ആണ്. ലാംഗ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്, DIR എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ആണ്. അവിടെ തീർന്നു. മറ്റൊരു സെക്ഷനാണ് ഹെഡ് സെക്ഷൻ. ഒന്നും ഉണ്ടാവില്ല, ഹെഡിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ സെക്ഷനാണ് ടൈറ്റിൽ എവിടെ പ്ലേസ് ചെയ്യുക? ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ഹെഡ് സെക്ഷനാണ്. നാലാമത്തെ സാധനമാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബോഡിയാണ്. എന്തൊക്കെ വെബ് പേജിലുണ്ടോ അതെല്ലാം പ്ലേസ് ചെയ്ത സ്ഥലമാണ് ബോഡി ടാഗ്. യെസ്, 8 ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്ന് കളർ കൊടുക്കണം, BG കളർ. രണ്ടാമത്തെ ടെക്സ്റ്റ് ആണ്, ബാക്ക്ഗ്രൗണ്ട്സ് അല്ലേ. ദെൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കണം. അന്നേരം മൂന്നാമത്തെ എലമെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്. ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ. യെസ്, സം കോമൺ ടാഗ്സ്. 10 ടാഗ് പഠിക്കാൻ പോകണം. 10 ടാഗുകൾ. ഏതൊക്കെ 10 ടാഗ്? ഒന്നാമത്തെ ടാഗാണ് H1. ഹെഡിങ് ടാഗ്സ് ആണ്. ഏറ്റവും വലിയ സൈസ് വരുന്നതാണ് H1, ഏറ്റവും ചെറുതാണ് H6. ഹെഡിങ് ടാഗ്സ് ആണ്. ആട്രിബ്യൂട്ട് വരുന്നത് അലൈൻ എന്നാണ്. നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. H1 അലൈൻ ഈക്വൽ ടു സെൻറ്റർ ആണ്. സെൻറ്റർ എന്നുള്ള പ്ലേസ് ചെയ്യാം. എന്തെങ്കിലും എഴുതാം. എജുപോർട്ട് എന്ന് എഴുതിയാൽ എജുപോർട്ട് എന്ന് എഴുതാം. H1 ക്ലോസ് ചെയ്യാം. അന്നേരം എജുപോർട്ട് എന്ന് എഴുതിയത് മിഡിൽ നല്ല സൈസിൽ വരും. രണ്ടാമത്തെ പാരാമീറ്റർ ആണ്. അപ്പം നിങ്ങൾ ചോദിക്കും ഓട്ടോമാറ്റിക്കലി എവിടെ വരാൻ? H3 കൊടുക്കാം. ഹലോ എന്ന് എഴുതിയാൽ ആ H3യിൽ എഴുതിയ ഹലോ ചെറിയ കുറച്ച് വലുപ്പത്തിൽ അല്ലേ, ഹ്യൂജ് സൈസ് അല്ല, കുറച്ച് ഒരു പൊടി കുറവുള്ള H2 കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റ് H3 ഹലോ എന്നുള്ള ലെഫ്റ്റിൽ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ആണ്. രണ്ടാമത്തെ സാധനമാണ് P എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ടാഗാണ്. പാരഗ്രാഫ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് അലൈൻ തന്നെയാണ്, പക്ഷെ 4 അലൈൻമെൻറ്റ് വാല്യൂസ് ഉണ്ട്. ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ. മൂന്നാമത്തെ എലമെൻറ്റ്സ് BR എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ആണ്. നെക്സ്റ്റ് ലൈനിലേക്ക് ഇറങ്ങാനാണ്. ഇപ്പം എജുപോർട്ട് ബ്രേക്ക് കമ്പ്യൂട്ടർ ഇങ്ങനെ കൊടുത്താൽ എജുപോർട്ട് ഒരു ലൈനിൽ വരും, അടുത്ത ലൈനിൽ കമ്പ്യൂട്ടർ എന്ന് വരും. നെക്സ്റ്റ് ലൈനിലേക്ക് വേണ്ടിയാണ് BR ഉപയോഗിക്കാം. എനിക്കൊരു ലൈന് വരക്കണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കമൻ്റാണ് HR എന്ന് പറഞ്ഞാൽ ഒറിസോണ്ടൽ റൂൾ എന്നാണ്. ഒറിസോണ്ടൽ റൂൾ. MG ടാഗാണ്. ഒരു ലൈൻസിൻ്റെ വലുപ്പം തീരുമാനിക്കുന്ന ആൾ വിഡ്ത്ത്, ആ ലൈനിൻ്റെ കട്ടി തീരുമാനിക്കുന്ന ആൾ സൈസ്, ആ ലൈനിൻ്റെ കളർ തീരുമാനിക്കുന്ന ആൾ കളർ. അലൈൻ 3 വാല്യൂസ് ആണ്. ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, സെൻറ്റർ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി സെൻറ്റർ ആണ്. നോ ഷെയ്ഡുള്ള ആട്രിബ്യൂട്ടുള്ള ടാഗ് ഏതാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പബ്ലിക്കിന് ചോദിച്ച ചോദ്യമാണ്. നോ ഷെയ്ഡ് ഉള്ളത് HR മാത്രമാണ്. അഞ്ചാമത്തെ എലമെൻറ്റ് സെൻറ്റർ ആണ്. എഴുതുന്ന എല്ലാ കാര്യങ്ങളും സെൻറ്ററിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ സെൻറ്റർ ടാഗാണ് യൂസ് ചെയ്യുക. നോ ആട്രിബ്യൂട്ട്സ് ആണ്, കണ്ടെയ്നർ ടാഗാണ്. യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വെക്കേണ്ട അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാഗാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. 12 എലമെൻറ്റ്സ് ആണ്. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, സ്ട്രൈക്ക്, ബിഗ്, സ്മാൾ, സ്ട്രോങ്, EM, സബ്, സുപ്പ്, ക്യൂ, ബ്ലോക്ക് ഔട്ട്സ്. അവിടെ തീർന്നു. ഇത് എക്സാമ്പിൾസ് പഠിക്കണം. ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല. ഇതിൻ്റെ എക്സാമ്പിൾ, ഒന്നാമത്തെ എക്സാമ്പിൾ ഒരട്ടം പബ്ലിക്കിന് ചോദിച്ച ചോദ്യമാണ്. A1 x² ഈക്വൽ ടു 0. ഇതിൽ സബും വരും, സുപ്പും ഒക്കെ വരും. അപ്പോൾ ആദ്യം എന്ന് എഴുതാം. 1 താഴെ എഴുതണം. താഴെ എഴുതണമെങ്കിൽ സബ് 1 സബ് ക്ലോസ്. അപ്പോൾ A1 ആയി. A1 x², x2 മുകളിൽ പോകണം. മുകളിൽ പോകണമെങ്കിൽ സുപ്പ് 2 സുപ്പ് ക്ലോസ്. യെസ്, ഇനി വേണ്ട. A1 x² ആയി ഈക്വൽ ടു 0. അതെങ്ങനെ എഴുതാന്നുള്ളത് ചോദിക്കരുത്, നേരെ എഴുതിയാൽ മതി. സോ നെക്സ്റ്റ് വൺ പ്രീ ടാഗാണ്. ഞാൻ കൊടുക്കുന്നത് അതുപോലെ വരാനാണ് പ്രീ ടാഗ് ഉപയോഗിക്കുക. പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്നാ പറയുക. കണ്ടെയ്നർ ടാഗാണ്. ന്യൂ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നത് അതുപോലെ വരും. പ്രീ, ഞാൻ എൻ്റെ പരസ്യം കൊടുക്കണം. JZ എജുപോർട്ട്, ആ സെഡിൻ്റെ താഴത്താണ് ഞാൻ എഴുതിയത്. ഇതേപോലെ വരും. ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ അഡ്രസ് ടാഗാണ് യൂസ് ചെയ്യുക. ന്യൂ ആട്രിബ്യൂട്ട്സ്.
ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഒമ്പതാമത്തത് ഇമ്പോർട്ടൻറ്റ് സാധനം ബോഡി ടാഗാണ്. അല്ല സോറി, മാർക്യൂ ടാഗാണ്. മാർക്യൂ പറഞ്ഞാൽ സ്ക്രോളിങ്ങിന് വേണ്ടിയാണ് മാർക്യൂ ടാഗ് ഉപയോഗിക്കുക. സ്ക്രോൾ ചെയ്യാൻ, സ്ക്രോൾ. അപ്പോൾ ഡിസ്പ്ലേ സ്ക്രോളിങ് ഇമേജ് ആവാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ആവാം. ആ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഹൈറ്റ് ഒരു ബോക്സിൽ വരണം. ബോക്സ് വരണമെങ്കിൽ അതിൻ്റെ ഹൈറ്റും വിടുത്തുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കളറും കൊടുക്കാം. സ്പീഡ് നിർണ്ണയിക്കുന്ന ആൾ സ്ക്രോൾ എമൗണ്ട്, സ്പീഡാണ്, സ്പീഡ്. അടുത്തതാണ് സ്ക്രോൾ ഡിലേ, എത്ര ഗ്യാപ്പിലാണ് വരേണ്ടത്. അടുത്തതാണ് ലൂപ്പ്, എത്ര ടൈംസ് വരണം, നമ്പർ ഓഫ് ടൈംസ് ആണ്. ഡയറക്ഷൻ, 4 ഡയറക്ഷൻ ഉണ്ട്. ലെഫ്റ്റ് വേണോ, റൈറ്റ് വേണോ, അപ്പ് വേണോ, ഡൗൺ വേണോ. ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. മാർക്യൂ, ചുമ്മാ എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചാൽ മാർക്യൂ എന്ന് എഴുതാ, എന്താണോ തന്നത് അത് അതേപോലെ എഴുതാ. ഗോഡ്സ് ഓൺ കൺട്രി ഇങ്ങനെ എഴുതി മാർക്യൂ ക്ലോസ് ചെയ്താൽ വളരെ വിവാദമില്ലാത്ത നല്ലൊരു എക്സാമ്പിളായി മാറും. റൈറ്റ് നിന്ന് ലെഫ്റ്റ് ഇങ്ങനെ വരും. ഹലോ അല്ലെങ്കിൽ ഓൾ ദ ബെസ്റ്റ് എന്നുള്ള സാധനം റൈറ്റിലേക്ക് ഇങ്ങനെ പോകണം. റൈറ്റിലേക്ക് പോകണമെങ്കിൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു റൈറ്റ് എന്ന് എഴുതാ, എന്നിട്ട് എന്ത് ചെയ്യാം, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, യെസ്, എന്നിട്ട് മാർക്ക് ക്ലോസ് ചെയ്യാം. അവിടെ തീർന്നു ആ സെക്ഷൻ. സോ മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഫോണ്ട് ടാഗ്. സ്റ്റൈല് പ്രൊവൈഡ് ചെയ്യാനാണ് ഫോണ്ട് ഉപയോഗിക്കുക. 3 ആട്രിബ്യൂട്ട്സ് ആണ്. ഫോണ്ടിൻ്റെ ഉള്ളിൽ ഫേസ് ഉണ്ട്, സ്റ്റൈല് തീരുമാനിക്കുന്ന ആളാണ് ഫേസ്. കളർ ഉണ്ട്, സൈസ് ഉണ്ട്. സിമ്പിൾ. എനിക്ക് റെഡ് കളറിൽ എഴുതണം, അന്നേരം കൊടുക്കുന്നതാണ് ഫോണ്ട് കളർ ഈക്വൽ ടു റെഡ്. എന്നിട്ട് ഹലോ എന്ന് എഴുതിയാൽ ഹലോ എന്ന് എഴുതിയത് റെഡ് കളറിലാണ് പ്ലേസ് ചെയ്യുക. സോ നെക്സ്റ്റ് വൺ, 4.11 ടോപ്പിക്ക് ആൻഡ് 12 ടോപ്പിക്. 11 സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ്. ഒരുപാട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു പ്രാവശ്യം പബ്ലിക്കിന് ചോദിച്ച ചോദ്യമാണ് എ ലെസ് ദാൻ ബി എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ. ഓർത്ത് വെച്ചോ, എന്ന് എഴുതാം. ലെസ് ദാൻ എന്നുള്ള സ്പെഷ്യൽ സിമ്പിളാണ്. ആംബ്രസൻ LT സെമിക്കോളൻ ബി. മറ്റൊരു പ്രാവശ്യം ചോദിച്ചത് എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അങ്ങനെ എഴുതണമെങ്കിൽ ആംബ്രസൻ GT സെമിക്കോളൻ ബി. കോപ്പിറൈറ്റ് ടു CS ക്ലാസ് അങ്ങനെ അല്ലെങ്കിൽ അല്ലേ, കോപ്പിറൈറ്റ് ടു CS അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ വരണമെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ സിമ്പിളാണ് ആംബ്രസൻ കോപ്പി, അവിടെ CS എന്ന് എഴുതാം. മറ്റൊരു എലമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും സാധനം ഇപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ളത് അല്ലെങ്കിൽ എജുപോർട്ടിന് ട്രേഡ് മാർക്ക് കൊടുക്കണം. എജുപോർട്ട് മുകളിൽ TM വരണമെങ്കിൽ എജുപോർട്ട് എന്ന് എഴുതും, ആംബ്രസൻ ട്രേഡ്. തീർന്നു. HTML കമൻറ്റ്സ് എഴുതുന്ന രീതിയാണ് ലെസ് ദാൻ എക്സ്ക്ലമേറ്ററി ഇടുക, 2 മൈനസ് ഇടാം, കമൻറ്റ് എഴുതാം, എല്ലാ കാര്യങ്ങളുമായി. ദ ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഗെയിം 13 ടോപ്പിക് ഇൻസേർട്ടിങ് ഇമേജസ് ആണ്. എൻ്റെ വെബ് പേജിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗിൻ്റെ പേരാണ് IMG ടാഗാണ്. IMG ടാഗ് ഈസ് ആൻ എംപ്റ്റി ടാഗാണ്. ഒരു ഇമേജിന് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും, വിഡ്ത്ത് ഉണ്ടാവും. ഇമേജ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇവനാണ് SRC, ഇവനാണ് മെയിൻ ആട്രിബ്യൂട്ട്സ്. ഇമേജ് എവിടെ പ്ലേസ് ചെയ്യണം, ടോപ്പിലാണോ മിഡിലാണോ ബോട്ടമാണോ, ഓട്ടോമാറ്റിക്കലി ബോട്ടമാണ്. വിഡ്ത്ത്, ഇമേജിൻ്റെ വിഡ്ത്ത്, ഇമേജിൻ്റെ ഹൈറ്റ്, ആ പുറത്ത് കൂടെ ബോർഡർ വേണം. ബോർഡർ കളർ എന്നുള്ള എലമെൻ്റ് ഇല്ല. യെസ്, ബോർഡർ, ദാറ്റ്സ് ഓൾ. വളരെ സിമ്പിളാണ്. ഇതുപോലെ സെലക്ട് ചെയ്ത സം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടാഗ് ഈസ് യൂസ്ഡ് ടു സ്ക്രോൾ. ഈ സ്ക്രോൾ എന്നുള്ള വാക്കേണ്ട പിന്നെ വായിക്കേണ്ട മാർക്യൂ ആണ്. രണ്ടാമത്, ഡീഫാൾട്ട് പോർട്ട് നമ്പർ ഓഫ് HTTPS 443 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് നെയിം ദ ടാഗ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ഇമേജ്. ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗിൻ്റെ പേരാണ് IMG ടാഗ്. HTML സ്റ്റാൻഡ്സ് ഫോർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ദ ടൈപ്പ് ഓഫ് ടാഗ് ദാറ്റ് റിക്വയർ ഓൺലി സ്റ്റാർട്ടിംഗ് ടാഗ് ബട്ട് നോട്ട് ആൻ എംപ്റ്റി ടാഗ്, നോട്ട് ആൻ എൻഡിങ് ടാഗ്. എൻഡിങ് ഇല്ല, ഓപ്പണിംഗ് മാത്രമുള്ളെങ്കിൽ ആ ടാഗിനെ പറയുന്ന പേരാണ് MG ടാഗ്. യെസ്, സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക്. 4 മാർക്ക് ഷുവറാണ്. 4 പോയിന്റ്സ് ഓർത്ത് വെക്കണം. അതുപോലെ ക്ലൈൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ക്ലാസിഫൈ ദ ഫോളോയിങ് ടു ടാഗും ആട്രിബ്യൂട്ടും. നമ്മൾ പഠിച്ച മൊത്തം സാധനങ്ങൾ ഇതുവരെ പഠിച്ച 13 ടോപ്പിക്സിലുള്ള നമ്മൾ പഠിച്ച 9 ടോപ്പിക് മുതലുള്ള എസെൻഷ്യൽ ടാഗ് മുതൽ സം കോമൺ ടാഗ്സ് മുതലുള്ള ഇമേജ് വരെയുള്ള ടാഗുകൾ എല്ലാം ഓർമ്മയിലേക്ക് വരണം. BR ടാഗാണ്. വിഡ്ത്ത് അത് ആട്രിബ്യൂട്ട്സ് ആണ്. ലിങ്ക് ഒരു പേജ് എന്ന് മാറ്റും, ബോഡിയുടെ ആട്രിബ്യൂട്ട്സ് ആണ്. IMG ടാഗാണ്. യെസ്, നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫൈ ദ ഫോളോയിങ് ടു MG. ഏതൊക്കെയാണ്, കണ്ടെയ്നർ ഏതൊക്കെ. MG എന്ന് പറയുമ്പോൾ 3 ആളേ ഉള്ളൂ, BR, HR, IMG. അപ്പോൾ ആരൊക്കെ, BR ഈസ് എൻ MG ടാഗ്. HR ഇല്ല,
IMG is an empty tag ആണ്. H1 is container ആണ്. EM is a container tag. ഒരട്ടം ചോദിച്ചതാണ് EMന് വെല്ലുന്ന മറ്റൊരു ടാഗ് ഏതാണ്? EM എന്ന് പറഞ്ഞാൽ എംഫസിസ് ആണ്. എംഫസിസിനോട് സിമിലാരിറ്റി ഉള്ള മറ്റൊരു ടാഗാണ് I tag, ഇറ്റാലിക്. Classify the following to tag and attributes. Again, ആ സെയിം ക്വസ്റ്റ്യൻ ആണ്. മെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ് ഓർത്ത് വെച്ചോ, ഇവനില്ലാതെ പബ്ലിക് ഇറങ്ങാറില്ല. 8 എലമെന്റ്സ് ഉണ്ട്. BG കളർ, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ്, ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ. യെസ്, നെക്സ്റ്റ് വൺ ഈസ് HTML കോഡ് ടു ഡിസ്പ്ലേ H2SO4. H2SO4 എഴുതണമെങ്കിൽ H എഴുതാ, 2 താഴെ പോകണം, 2 എഴുതാം, സബ് ക്ലോസ് ചെയ്തു, H2. SO സബ് താഴെ എഴുതണം, 4 എഴുതാം, സബ് ക്ലോസ് ചെയ്യും, H2SO4. യെസ്, നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് എനി 2 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് വിത്ത് എക്സാമ്പിൾ. ഇതന്നെയാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. 12 എലമെന്റ്സ് ഉണ്ട്, 12 എണ്ണം ഉണ്ട്. ഏതൊക്കെ 12 എണ്ണം? HTML BR അല്ലെ, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ്. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, സ്ട്രൈക്ക്. ബിഗ്, സ്മോൾ, സ്ട്രോങ്, EM. സബ്, സുപ്പ്, ക്യൂ, ബ്ലോക്ക് കോഡ്സ്. മറ്റൊന്ന് ലിസ്റ്റ് ദ മെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ഫോണ്ട് ടാഗ്. ഫോണ്ട് ടാഗിൻ്റെ ഉള്ളിൽ 3 ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്ന് ഫേസ് ആണ്, ഒന്ന് സൈസ് ആണ്, ഒന്ന് കളറാണ്. ദാറ്റ്സ് ഓൾ.